ഇത് ഞാൻ നേരത്തെ ഒരാളെ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് ഏൽപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ആളോടൊന്ന് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറയും. പേരൊക്കെ മൈക്ക് കൊടുത്തോളൂ. ഒന്ന് പരിചയപ്പെട്ടാണ് നിങ്ങളൊന്ന് എല്ലാവരും അറിയട്ടെ. മൈക്ക് ലേശം ഇങ്ങോട്ട് വെച്ച് പറഞ്ഞോളൂ, കുറച്ച് കേട്ടോളൂ. പേര് മുനിയർ, സ്ഥലം പാഴൂർ. മുനിയർ, സ്ഥലം പാഴൂര്. നിങ്ങളിൽ നിന്ന് തന്നെ ഒരാളെ ഞാൻ വിളിച്ചതാണ്. ഏതാണ്ട് എന്റെ പ്രായത്തിലേക്കുള്ള ഒരാളാണ്. സാധാരണ ജനിച്ച വർഷം പറയാൻ പറഞ്ഞാല് ആൾക്കാരൊന്നും മടിക്കും അല്ലേ? എന്നാൽ ഞാൻ ജനിച്ച വർഷം ചോദിച്ചപ്പോൾ ഒറ്റയടിക്ക് എഴുതിയിട്ടുണ്ട്. അതാണ് ഉള്ളു തന്നെയായിരുന്നു. കളപ്പുള്ള ഒറിജിനൽ അല്ലേ? 30 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. അതും സാധനമില്ല അല്ലേ? ഇനിയിപ്പോ 40 പേരെഴുതുന്ന 50 പേരെഴുതുന്ന ഒരു വർഷമല്ല. ലോകത്ത് മരിച്ചവരോ ജീവിച്ചവരോ ആയിട്ടുള്ള ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രശസ്തനെ നിങ്ങൾ മൈൻഡിലേക്ക് എടുക്കണം. ഓക്കെ, ആ പ്രശസ്തന്റെ പേര് ഒരു പേപ്പറിൽ, ആ പേപ്പർ നോട്ടെ, നേരത്തെ പുസ്തകം പേപ്പർ, ഈ പേപ്പറിൽ വലുതാക്കി ഒന്ന് എഴുതിയാൽ മതി. വലുതാക്കോ ചെറുതാക്കിയോ ഒക്കെ നിങ്ങളുടെ സൗകര്യം പറയും. ഓക്കെ, കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഓപ്ഷൻ ഒന്നും കൂടി തരാം. ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള രാജാക്കന്മാര്, പ്രവാചകന്മാര്, സിദ്ധൂരികന്മാര്, എന്താ പറയാ, ലോക ഏറ്റവും വലിയ പ്രസിദ്ധരായിട്ടുള്ള വ്യക്തികളെ ആരോ. പക്ഷെ ഒരു 13 വയസ്സുള്ള 12 വയസ്സുള്ള മോൾക്ക് കൂടി പരിചിതമായിട്ടുള്ള ഒരാളാവുന്നത് നന്നായിരിക്കും. നേരത്തെ ഞാൻ ഈ ചെറിയ മോളെ കൊണ്ടിട്ട് ഒരു ജില്ല പണി, ഒരു അത് പണി, ഒരു ഇത് പണി എന്ന് പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ തലച്ചോറിന്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് കാണിച്ചു തരാനുള്ള, ഇതിന്റെ അപ്പുറത്തേക്ക് ഒന്നും കാണിച്ചു തരാനില്ല എന്റെ കയ്യിൽ. ഞാനിപ്പോ പറയുന്നത് ലോകം ഇന്നുവരെ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ ഇദ്ദേഹത്തോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം അത് എഴുതാൻ പോവുകയാണ്. ശരി, എഴുതിക്കോളൂ. എന്റെ മോള് കാണരുത്, എഴുതിക്കോളൂ. ഓക്കെയാണോ? ഓക്കെയാണ്. അദ്ദേഹം അത് എഴുതിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. ഇത് നോക്കിക്കോളൂ. അദ്ദേഹം എഴുതിയിരിക്കുന്ന ലോകത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള ആരെ വേണമെങ്കിലും എഴുതാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എഴുതിയിരിക്കുന്ന ആള് ഇതാണ്. കണ്ടു എല്ലാവരും? റെഡി? എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. നമുക്കറിയില്ല, പറയില്ല എന്നൊന്നും അറിയില്ല. എന്ത് വേണമെങ്കിലും എഴുതിക്കുമായിരുന്നു പറഞ്ഞത്. അപ്പോ നേച്ചർ റിസ്കിയാണ്, കിട്ടുമെന്നറിയില്ല. പക്ഷെ ഞാൻ പോയി പറയുന്നു, ഇതൊരു പഠനവും മെമ്മറിയും തമ്മിൽ യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഗെയിം മാത്രമാണ്. അല്ലാതെ ഇതിൽ വേറെ ഒന്നുമില്ല, ഒരു തട്ടിപ്പൂല്ല. പഠിച്ചാൽ മാത്രം സാധ്യമാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു മാജിക്കോ മെന്റലിസമോ അല്ല എന്നർത്ഥം. ഓക്കെ, ഏത് വ്യക്തിയുടെ പേരാണ് എന്റെ കയ്യിൽ അദ്ദേഹം എഴുതി തന്നിരിക്കുന്നത്? പറയാൻ പറ്റുമോ? Yes.